പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നടക്കാൻ പോയവർ ഒന്നിച്ചിട്ട് കാറിൽ ഇങ്ങനെ വരികയാണ്. അതിലിടക്ക് ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞാലും അവൾക്കൊരു പ്രശ്നവുമില്ലല്ലോ, അവൾ ചിരിക്കുന്നത് കാണുന്നില്ലേ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നാണമില്ലാത്തവർ എന്ത് കേട്ടാലും ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അപ്പച്ചി അനാമികക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മ എഴുന്നേറ്റില്ലേ അപ്പച്ചി? എപ്പോഴും വല്യമ്മയാണല്ലോ ചായ ഉണ്ടാക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, എഴുന്നേറ്റില്ലെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും ഒരു കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ നിന്നും ആദർശും ദേവയാനിയും നയനയും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അനാമികയും ജാനകിയും ജലജയും ഞെട്ടുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല ഇവളും നടക്കാൻ കൂടെ പോയിരുന്നോ? എന്നിട്ട് ജലജ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്ത് പറ്റി എടുത്തി, ഇവൾക്കൊപ്പം നടക്കാൻ പോയോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, രണ്ടുപേരും രണ്ട് വഴിക്കാണ് നടന്നത്, ഇവൾ റോഡിലൂടെയും അമ്മ ഗ്രൗണ്ടിലൂടെയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മൂന്നാളും കൂടി ഒന്നിച്ചു വരുന്നത് കണ്ടപ്പോൾ ഇവളും കൂടി നടക്കാൻ വന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെ ഇപ്പോൾ നടന്നാലെന്താ കുഴപ്പം? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത മരുമകൾക്കൊപ്പം ഞാൻ എന്തായാലും നടക്കാൻ പോകില്ല. പിന്നെ ഞാൻ നടക്കാൻ പോയപ്പോൾ ഇവൾ മനഃപൂർവ്വം ഇവനെയും കൂട്ടി വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവൾ രാവിലെ പോകുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, വല്യമ്മ പോകുന്നത് കണ്ടപ്പോൾ പിന്നാലെ പോയതായിരിക്കും ഇവർ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ പോകുന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും പോയേനെ. നാളെ മുതൽ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം. അതിനിടയ്ക്ക് ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ നീയൊന്നും വരണ്ട, നിനക്കൊപ്പം നടക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ജലജ ഒരു പരിഹാസത്തിൽ നയനയോട് പറയുന്നുണ്ട്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചാട്ടേ എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ട്, അപ്പച്ചി ഉണ്ടാക്കിയ ചായയൊന്നും എനിക്ക് വേണ്ട, അതിലെന്താ കലർത്തിയിരിക്കുന്നതെന്ന് ആർക്കറിയാം, അമ്മ ഉണ്ടാക്കി തരുന്ന ചായ മതി എനിക്ക് എന്ന് പറഞ്ഞ് നയനയും ആദർശവും അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് കേട്ടില്ല ഏട്ടത്തി അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അവൾ ഏട്ടത്തിയെ ജോലിക്കാരിയാക്കി കഴിഞ്ഞു. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, തിളപ്പിക്ക് അമ്മയെ നന്നായി തിളപ്പിക്ക്, എന്നാലല്ലേ ഈ വീട്ടിൽ വഴക്കുണ്ടാകൂ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അപ്പച്ചി പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. അന്നേരം നവ്യ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ അപ്പച്ചി നല്ല കാര്യം മാത്രമേ പറയൂ. അത് കേട്ട് ജീവിച്ചോ നീ, സ്വന്തം മോനെ ഒരു വഴിക്കാക്കി, ഇനി നീയും അതിൻ്റെ പിന്നാലെ പോയിക്കോ. പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞ് ദേവയാനി അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമിക അവളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഒരു ബാഗൊക്കെ എടുത്താണ് വരുന്നത്. അതുകൊണ്ട് രേവതിക്കൊരു സംശയം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ വഴക്കിട്ടൊന്നും വന്നതല്ലല്ലോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വന്നതല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 3 പേരും നടക്കാൻ പോയിട്ട് ഒന്നിച്ച് വന്നത് എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ രേവതിയും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇനി രഹസ്യമായി മരുമകളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ രേവതിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകാൻ നീ സമ്മതിക്കരുത് മോളെ, നിനക്ക് ആകെയുള്ള പിടിവള്ളി നിൻ്റെ വല്യമ്മയാ, അതുകൊണ്ട് പിടിവിടാതെ നോക്കണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മൾ സംശയിക്കുന്നത് പോലെ ആ കാര്യങ്ങളുടെ പോക്കെങ്കിൽ നീ അനിയുമായിട്ട് അകന്നു നിൽക്കുന്നത് നല്ലതല്ല മോളെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആ ഒരു കാര്യം മാത്രം അമ്മ പറയരുത്, നന്ദുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന അവനുമായിട്ട് എനിക്കൊരു ജീവിതവുമില്ല, അല്ലെങ്കിൽ അവനെ എനിക്ക് വെറുപ്പാണ്. എങ്ങനെയെങ്കിലും അവിടുത്തെ കുറച്ച് സ്വത്ത് കൈക്കലാക്കി അവനോട് ബായ് പറഞ്ഞ് ഇങ്ങോട്ട് വരണം, എന്നിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും കല്യാണം കഴിക്കണം. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ദേവയാനി ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി മരുമകളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും ഓഫീസിൽ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് കടയിലൊക്കെ പോയി ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം, ഞാൻ നിന്നെ ഇവിടെ തളച്ചിടുകയൊന്നുമില്ല. കാരണം നീ രാത്രിയും ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പർച്ചേസിങ്ങിനൊക്കെ പോകുന്നതല്ലേ, നിനക്ക് ക്യാഷ് വേണ്ടേ എന്ന് പറഞ്ഞ് ആദർശ് നയനക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇത് നിൻ്റെ ആദ്യത്തെ സാലറിയാണ്, ഇത് നിൻ്റെ കയ്യിൽ തന്നെ തരണമെന്ന് തോന്നി. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ആദർശേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ വേണ്ടാത്തത്? ഈ കമ്പനിയിലെ ആരെക്കാളും ഉയർന്ന ശമ്പളം വാങ്ങിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ ആ ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദ്യത്തെ ശമ്പളം ഭർത്താവിൻ്റെ കയ്യിൽ തന്നെയല്ലേ കൊടുക്കേണ്ടത്? അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ? അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് അവനവന് അർഹതപ്പെട്ടതാണ്. എന്നാൽ ശരി, നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട് ആദർശ്.
എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് വേണ്ട വേണ്ട, ആദർശേട്ടൻ തിരക്കുള്ളതല്ലേ, ആദർശേട്ടൻ വരികയൊന്നും വേണ്ട. പിന്നെ കാണിക്കുന്നത് ദേവയാനി വഴിയിൽ ഇങ്ങനെ നയനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നയന ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട്. നയന പറയുന്നുണ്ട് അമ്മേ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ദേവയാനി മോൾക്ക് ശമ്പളം കിട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ അമ്മയ്ക്ക് അറിയാമായിരുന്നു അത് എന്ന് ചോദിക്കുന്നുണ്ട് നയന. അത് പിന്നെ ആദർശം ജയേട്ടൻ എന്നോട് പറയാതിരിക്കുമോ, അതുകൊണ്ട് കൂടിയ മോളോട് വരാൻ പറഞ്ഞത് അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അപ്പോൾ പർച്ചേസിങ്ങിന് പോകുന്നില്ലേ അമ്മേ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയുന്നുണ്ട് ദേവയാനി. പിന്നെ നയന പറയുന്നുണ്ട് എൻ്റെ ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും വേണ്ട, നിൻ്റെ ആദ്യത്തെ ശമ്പളം നിന്നെ പഠിപ്പിച്ച് വളർത്തിയ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുക്കണം. അപ്പോൾ നയന പറയുന്നുണ്ട് അവർ ഇത് വാങ്ങില്ല അമ്മേ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും സഹായിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആയിക്കോട്ടെ, ഇത് നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമല്ലേ, അത് നിൻ്റെ അച്ഛനമ്മമാരുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യം അമ്പലത്തിൽ പോകാം, അത് കഴിഞ്ഞ് നിൻ്റെ വീട്ടിൽ വിടാം, എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വരണം, നമുക്ക് പർച്ചേസിങ്ങിന് പോകേണ്ടതാണ്. അങ്ങനെ അവർ അമ്പലത്തിലെത്തി. അപ്പോൾ നയന പറയുന്നുണ്ട് ഓ ഈ കാവാണോ അമ്മ പറഞ്ഞത്, ഇവിടെ അമ്മയും ഞങ്ങളും എപ്പോഴും വരുന്നതാണ്, മാസപൂജയൊക്കെ നടത്താറുണ്ട്, വളരെ ശക്തിയുള്ള ദേവിയാണ് അമ്മ ഇവിടെ. പിന്നെ ഇവിടെ വിശേഷപ്പെട്ട ഒരു പൂജയുണ്ട്, പ്രായശ്ചിത്ത പൂജ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറഞ്ഞ് ഇവിടെ പൂജ ചെയ്താൽ ആ തെറ്റ് ദൈവം പൊറുക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതേപ്പറ്റി മോൾക്ക് അറിയാമല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്, എനിക്ക് ചില പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാനുണ്ട് മോളെ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് അതിന് അമ്മ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ആളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിന്നോട് തന്നെയാണ് മോളെ. അപ്പോൾ നയന പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അമ്മേ, എങ്കിലും തെറ്റ് തന്നെയല്ലേ, അതിന് പ്രായശ്ചിത്തം ചെയ്യണം. പിന്നെ മോൾക്ക് ശമ്പളം കിട്ടിയ ദിവസമല്ലേ ഇന്ന്, ദേവിയുടെ പങ്ക് ദേവിക്ക് കൊടുത്തേക്ക്. അപ്പോൾ നയന പറയുന്നുണ്ട് ഞാനത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അങ്ങനെ അവരവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് പൂജാരി പറയുന്നുണ്ട് ഭക്തർക്ക് സ്വയം പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു കാവാണ് ഇത്. എന്നിട്ട് ഒരു താലത്തിൽ വെറ്റിലയും പാക്കും ഒക്കെ കൊടുത്തിട്ട് ദേവയാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു താലത്തിൽ വിളക്ക് കത്തിച്ചിട്ട് ദേവയാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് മരുമകളെ 3 പ്രാവശ്യം ഒഴിയാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. അതിൽ നിന്നിറങ്ങി വരുന്നത് ആരാണെന്നറിയാമോ, നമ്മുടെ കനക ഇറങ്ങിയത് ഈ കാഴ്ചയാണ് കാണുന്നത്. അമ്മായിയമ്മ മരുമകളെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച അത് കണ്ടതും കനക ഇങ്ങനെ അത്ഭുതത്തോടെ വായും പിളർന്ന് നോക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.